ചാനൽ 30 ട്രാവൻകൂർ കമ്മ്യൂണിക്കേഷന്റെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ചാനൽ 30 ട്രാവൻകൂറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ പി ചന്ദ്രമോഹൻ അവர்களാണ്. മുൻ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിരുന്ന വർക്കലയിലെ ലോകത്തെ അറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ പി ചന്ദ്രമോഹൻ സാറിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് സമൂഹത്തിൽ ഏറി വരുന്ന ഹൃദയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഹൃദ്രോഗികളാവുന്നവരുടെ കൂട്ടത്തിൽ യുവാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ചർച്ചയിലേക്ക് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഈ ഹൃദ്രോഗികൾ ഇന്നിപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മുടെ യുവാക്കളുടെ എണ്ണവും കൂടി വരുന്നു. അത് നമ്മൾ ഈ യുവാക്കൾ ഹൃദ്രോഗം വരുന്നു എന്നുള്ള കാര്യം ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയുന്നൊരു സബ്ജക്റ്റ് അല്ല. അതിൽ ഒരു പ്രധാന ചരിത്രപരമായ പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം. അതായത് ശരിക്ക് രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് ആൻറ്റിബയോട്ടിക്കുകളും വാക്സിനുകളും ഒക്കെ വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മരണകാരണം ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ അണുബാധയായിരുന്നു. ഇൻഫെക്ഷ്യസ് ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിരുന്നു ഏറ്റവും പ്രധാന മരണകാരണം. ശരിക്ക് ദശലക്ഷക്കണക്കിന് മനുഷ്യർ പ്ലേഗ് ഈ മഹാമാരി വന്ന്, അതുപോലെ മസൂരി മഹാമാരി പോലെ വന്നു, കോളറ, ടൈഫോയിഡ്, ഇങ്ങനെ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ വന്നാണ് ആളുകൾ അന്ന് മരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ആദ്യം വാക്സിനുകളുടെ കണ്ടുപിടുത്തം, അത് കഴിഞ്ഞതിന് ശേഷം ആൻറ്റിബയോട്ടിക് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായിട്ട് പെൻസിലിൻ കണ്ടുപിടിച്ചതോടുകൂടി ആൻറ്റിബയോട്ടിക്കുകളുടെ നേരെ തന്നെ ഉണ്ടായി. അപ്പോൾ അതോടുകൂടി ഈ അണുബാധ മൂലമുള്ള മരണം അങ്ങ് ശരിക്കും നിയന്ത്രണാധീനമായി. അപ്പോൾ നമ്മളെല്ലാം വളരെ സന്തോഷിച്ചു. ഇനിയിപ്പോൾ മനുഷ്യന് പേടിക്കാനൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു ധാരണ. എന്നാൽ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റൊരു പ്രതിഭാസത്തെ കാണുന്നത്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, NCD നമ്മളിപ്പോൾ പറയും. അതായത് പകരാത്ത രോഗങ്ങൾ, ഈ അണുബാധ പോലും അല്ലാത്ത രോഗങ്ങൾ. അണുബാധ മൂലം അല്ലാത്ത രോഗങ്ങൾ എന്ന് വെച്ചാൽ അത് നമ്മുടെ വികലമായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പ്രീ ആൻറ്റിബയോട്ടിക് ഇറയിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിക്കും രോഗങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം അനാരോഗ്യം. രോഗം വരുന്നതിനുള്ള പ്രധാന കാരണം അനാരോഗ്യമായിരുന്നു. അല്ല, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ പട്ടിണിയും അന്നത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു സാഹചര്യം ഇഷ്ടംപോലെ ഭക്ഷണം ഇങ്ങനെ കൂടുതൽ വന്നപ്പോഴത്തേക്ക് ആളുകൾ ക്രമാതീതമായി ഭക്ഷണം കഴിക്കാനും മറ്റ് ദുർശീലങ്ങൾ, അങ്ങനെ വികലമായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ പ്രധാന മരണകാരണമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരോഗ്യരംഗത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വികലമായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഈ പകരാത്ത രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മരണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയബറ്റീസ് ആണ്. നമ്മൾ കേരളത്തെ പറയുന്നത് ലോകത്തിന്റെ തന്നെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ്. അത്രയധികം ഈ പ്രമേഹത്തിന്റെ ഉള്ള ആളുകളുടെ സാന്ദ്രത വളരെ കൂടിയ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അതിൻ്റെ ഒരു അനന്തരഫലം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആദ്യമൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങൾ വന്നിരുന്നത് ഒരു മധ്യവയസ്സ് കഴിയുന്നൊരു കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഈ വികലമായ ജീവിതശൈലി ഇങ്ങനെ തുടർന്നു വന്നപ്പോൾ അത് ജനിതകമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് പറയാൻ ഇപ്പോൾ സാധിക്കില്ലെങ്കിലും സ്ഥിതിപര കണക്കുകൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ പണ്ടൊക്കെ 45 50 വയസ്സ് കഴിഞ്ഞ് വന്നിരുന്ന ഹൃദ്രോഗങ്ങൾ ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ വരുന്നു. ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ ഹൃദ്രോഗം തന്നെ പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങളുണ്ട്. ജന്മനാ വരുന്ന ഹൃദ്രോഗമുണ്ട്, വാതപ്പിന് ജന്യമായിട്ടുള്ള ഹൃദ്രോഗമുണ്ട്. ഏറ്റവും ഇന്ന് നമ്മൾ സർവ്വസാധാരണമായി കാണുന്നത് ശരിക്കും ഈ കൊറോണറി ആർട്ടറികളുടെ ചുരുക്കം കൊണ്ടുണ്ടാകുന്ന ഈ ഹൃദയാഘാതം എന്ന് പറയുന്ന ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. മുമ്പിപ്പോൾ ഈ ആരോഗ്യസ്ഥിതിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് ഈ മരണകാരണങ്ങൾ ആണ് അറിയേണ്ടത്. മരണത്തെ ഒഴിവാക്കുക, ചെറുക്കുക എന്നുള്ളതാണ് നമ്മൾ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കർത്തവ്യം. അപ്പോൾ മരണകാരണം നമ്മൾ നോക്കുമ്പോൾ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണുബാധ മൂലമായിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾ മൂലമാണ്. ജീവിതശൈലി രോഗങ്ങൾ പലതുണ്ട്. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹൃദയാഘാതമാണ്. ഹൃദയാഘാതവും മസ്തിഷ്കാഘാതവും.
അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനമാണ് ക്യാൻസറിനുള്ള. മൂന്നാമത്തെ സ്ഥാനം അതും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഈ ആക്സിഡൻസ് ഉണ്ട്, ട്രാഫിക് ആക്സിഡൻസ്, വാഹന അപകടങ്ങൾ കൊണ്ടുള്ള മരണമാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതിലൊരു ചെറിയ വ്യത്യാസമുള്ളത്, നമ്മൾ ആദ്യം പറഞ്ഞ ഈ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്ന, അല്ലെങ്കിൽ സ്ട്രോക്ക് കൊണ്ട് മരിക്കുന്നതും കുറച്ച് പ്രായം കഴിഞ്ഞവരാണെങ്കിൽ, ഇപ്പം 40 വയസ്സൊക്കെ കഴിഞ്ഞവരാണ് കൂടുതൽ അങ്ങനെ മരിക്കുന്നത്. അതേസമയം ട്രാഫിക് ആക്സിഡന്റ് വരുമ്പോഴത്തേക്ക് ചെറുപ്പക്കാരാണ്, വളരെ ചെറുപ്പക്കാരാണ് മരിക്കുന്നത്. അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർക്ക് വളരെ കാലം ജീവിച്ചിരിക്കാൻ, അവരുടെ കുടുംബത്തെയും അവരുടെ സമൂഹത്തെയും രാജ്യത്തിനെയും അവർക്ക് കൂടുതൽ കാലം സേവിക്കാനൊക്കെ ഉള്ള അവസരമാണെന്ന് അവർക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ മരണകാരണം എന്നത്. നാലാമത്തെ മരണകാരണവും പിന്നെ അതും ജീവിതശൈലി, വികലമായ ജീവിതശൈലിയാണ്. നാലാമത്തെ മരണകാരണമാണ് ക്രോണിക് ലിവർ ഡിസീസ്. അതായത് ആൽക്കഹോളിസം കൊണ്ടാണ്, അത് മദ്യപാനം കൊണ്ടാണ് കൂടുതലും ഈ ലിവർ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് നാലാമത്തെ 2 ഉണ്ട്. ഒന്ന് വികലമായിട്ടുള്ള ഈ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ക്രോണിക് ലിവർ ഡിസീസ്, മറ്റൊന്ന് പുകവലി കൊണ്ടുണ്ടാകുന്ന ശ്വാസകോശത്തിനുണ്ടാകുന്ന ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗം, അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് ഞങ്ങൾ പറയുന്ന ആ രോഗം. അതാണ് നാലാമത്തെ. ഏറ്റവും അവസാനമായിട്ടാണ് ഇപ്പോൾ സാംക്രമിക രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനും വന്നാൽ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും സജ്ജമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാംക്രമിക രോഗങ്ങൾ, പുതിയ രോഗങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നു എന്നുള്ളത് വേറൊരു വെല്ലുവിളിയാണ്. ഈ സാംക്രമിക രോഗങ്ങൾ, പുതിയ ചില രോഗങ്ങൾ കടന്നു വരുന്നു. ഇപ്പോൾ കോവിഡ് നേരത്തെ നമ്മൾ ഇന്ത്യയിലൊന്നും വന്നിട്ടുള്ള രോഗമല്ല, സാധാരണയായിട്ട് വരുന്ന രോഗവുമല്ല. അതേസമയം 1919 നമ്മൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി കോവിഡ് എന്നുള്ള മഹാമാരിയായിരുന്നു. അപ്പോൾ അതുപോലെ പുതിയ രോഗങ്ങൾ കടന്നു വരുന്നു. പക്ഷെ ആ രോഗങ്ങളെയൊക്കെ നമുക്ക് തടയുന്നതിനുള്ള ഒരു ആരോഗ്യ സംവിധാനം ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഏതാണ് ഒരു പരിധി വരെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് മരണകാരണങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദ്രോഗം കൊണ്ടാണ്, ഹൃദയാഘാതം കൊണ്ടാണ്. അപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുന്നതിനുള്ള കാരണം ഞാൻ പറഞ്ഞു ജീവിതശൈലി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്ന് ഞങ്ങൾ പറയും. റിസ്ക് ഫാക്ടേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സ്മോക്കിംഗ് തന്നെ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുക്കൾ. പുകയിലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 69-ലധികം രാസവസ്തുക്കളുണ്ട് ഈ പുകയിലയിൽ, ടൊബാക്കോയിൽ. ഈ 69 ഏതാണ്ട് ഏറിയ കൂടും അതൊക്കെ തന്നെ കാർസിനോജനിക്കാണ്, ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അത് ക്യാൻസർ ഉണ്ടാക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നിക്കോട്ടിനാണ്. ആ നിക്കോട്ടിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് സാധാരണ ഒരു മനുഷ്യന് അയാൾ വൈകാരികമായിട്ടും അല്ലെങ്കിൽ എക്സസൈസും ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു ബേസൽ കണ്ടീഷൻ എന്ന് ഞങ്ങൾ പറയും. നമ്മൾ വളരെ സമനിലയോടെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ 5 ലിറ്റർ രക്തമാണ് ശരാശരി നമ്മുടെ ശരീരത്തിൽ കൂടി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആങ്സൈറ്റി ഉണ്ടായി, ഒരു പാമ്പ് കയറി വരുന്നു, ഒരു പട്ടി കടിക്കാൻ വരുന്നു, അതല്ലെങ്കിൽ നമുക്കൊരു മറ്റാരെങ്കിലുമായിട്ടൊന്ന് ഏറ്റുമുട്ടേണ്ടി വരുന്നു, അങ്ങനെയുള്ള നമ്മൾ സ്ട്രെസ് കണ്ടീഷൻസ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു സ്ട്രെസ് കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ രക്തം പോരാ, ഈ 5 ലിറ്റർ രക്തം പോരാ. നമുക്ക് പാമ്പിനെ തല്ലിക്കൊല്ലുകയോ അല്ലെങ്കിൽ പാമ്പിനെ നമുക്ക് പേടിയുണ്ടെങ്കിൽ ഓടി മാറുകയോ ചെയ്യണം. ഇത് രണ്ടിനായാലും നമുക്ക് സാധാരണ ആവശ്യമുള്ളതിൽ കൂടുതൽ ഊർജം നമുക്ക് ആവശ്യമാണ്. ഊർജം കിട്ടണമെങ്കിൽ നമ്മുടെ ഓരോ കോശത്തിലും അതിൻ്റെ പവർ ഹൗസ് ഉണ്ട്. ഒരു കോശത്തിലെ പവർ ഹൗസ് നമ്മൾ പറയാറുള്ളത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന പവർ ഹൗസിലേക്ക് ഈ എനർജി ഉണ്ടാകണമെങ്കിൽ വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിന് ഒരു ഇന്ധനം വേണം, മറ്റൊന്ന് ഓക്സിജൻ വേണം. എങ്കിലേ അത് കത്തുള്ളൂ. അത് കത്തിയെങ്കിൽ മാത്രമേ ഊർജ്ജം ഉണ്ടാവുള്ളൂ. നമുക്ക് ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ വിറക് വേണം, അത് കത്തിക്കുകയും വേണം, ഓക്സിജൻ വേണം. മനസ്സിലായി? അത് തന്നെയാണ് നമ്മുടെ കോശങ്ങളിലും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ കോശങ്ങളിൽ ഇത് എത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം. രക്തത്തിലൂടെയാണ് ഇത് എത്തിക്കുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഇന്ധനം അകത്തേക്ക് പോകുന്നത്. ആ ഭക്ഷണത്തിലുള്ള ഇന്ധനത്തെ നമ്മൾ ഈ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ രക്തക്കുഴലുകൾ വഴി എല്ലാ കോശത്തിലും ഗ്ലൂക്കോസ് എത്തിക്കും. ഗ്ലൂക്കോസാണ് ഇന്ധനം. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ കത്തിക്കേണ്ടതായിട്ടാണ് ഞങ്ങൾ പറഞ്ഞ ഓക്സിഡേഷൻ, ടിഷ്യൂ ഓക്സിഡേഷൻ. അപ്പോൾ ഇതിനെ കത്തിക്കണമെങ്കിൽ അവിടെ ഓക്സിജൻ കൂടെ എത്തേണ്ടതുണ്ട്, എങ്കിലേ അത് കത്തുള്ളൂ. ഓക്സിജനെ എത്തിക്കേണ്ടത് ശ്വാസകോശത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നത് ഈ രക്തക്കൊഴലുകളാണ്. രക്തക്കൊഴലുകൾ ഇങ്ങനെ
ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് ഈ കോശങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഊർജോൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അത് നമ്മുടെ അന്നപഥത്തിൽ നിന്നും അതുപോലെ ശ്വാസകോശത്തിൽ നിന്നും ഈ കോശങ്ങളിലെ പവർ ഹൗസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കാണുമ്പോൾ കൂടുതൽ ഊർജം വേണം. അപ്പോൾ അതിന് കൂടുതൽ രക്തം, കൂടുതൽ വണ്ടികൾ വേണം, കൂടുതൽ വാഹനങ്ങൾ വേണം ഇത് കൊണ്ടുപോകാനായിട്ട്. അത് നമ്മുടെ രക്തമാണ്. അപ്പോൾ കൂടുതൽ രക്തം പ്രവഹിക്കണമെങ്കിൽ ഒന്ന് ഈ ഹൃദയം താളത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായത്? അപ്പോൾ ഹൃദയം കൂടുതൽ വേഗത്തിലടിക്കണം. ഇപ്പൊ ഹൃദയ ഇടിപ്പ് കൂടും. അതാണ് നമ്മൾ എന്തെങ്കിലും പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ നെഞ്ചിടിക്കുന്നു നമ്മൾ പറയുന്നത്, മനസ്സിലായി? അല്ല, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നെഞ്ചിടിക്കും കൂടുതൽ. കാരണം കൂടുതൽ ഊർജം നമുക്ക് ആവശ്യമാണ്, കൂടുതൽ രക്തം പ്രവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഹൃദയം കൂടുതൽ പ്രാവശ്യം ഇടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ ശക്തിയോടെ ഇടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇങ്ങനെ ആ സമയത്ത് വാസ്തവത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, സാധാരണ രീതിയിൽ ബേസിൽ കണ്ടീഷനിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 5 ലിറ്റർ രക്തമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സ്ട്രെസ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ പരമാവധി 25 ലിറ്റർ വരെ, അതായത് 5 ഇരട്ടി രക്തം നമ്മുടെ രക്തക്കൊള്ളുകൾക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിനുള്ള ഇലാസ്റ്റിസിറ്റി അതിൻ്റെ ഭിത്തികൾക്കുണ്ട്, മനസ്സിലായി? അതങ്ങ് വികസിച്ചു കൊടുക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള രക്തം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് രക്തം ഈ കോശങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ ഈ നിക്കോട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് വെച്ചാൽ ഈ രക്തക്കൊള്ളുകളുടെ ഈ സങ്കോച വികാസ ശക്തി അല്ലെങ്കിൽ ഈ രക്തക്കൊള്ളുകളുടെ ഇലാസ്റ്റിസിറ്റി അതില്ലാതാക്കുക എന്നുള്ളതാണ് ഈ നിക്കോട്ടിൻ ചെയ്യുന്നത്. അപ്പോൾ കൊറോണറി ആർട്ടറിയെ സംബന്ധിച്ചിടത്തോളം സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഈ ഹൃദയാഘാതത്തിന്റെ ഒരു മേജർ റിസ്ക് ഫാക്ടറാണ്, മനസ്സിലായില്ലേ? ഒരു മേജർ റിസ്ക് ഫാക്ടർ ആണെന്ന് വെച്ചാൽ ഒരു നോൺ സ്മോക്കിംഗ് ആയിട്ട് പുകവലിക്കാത്ത ഒരാളിനേക്കാൾ 10 മടങ്ങ് റിസ്ക് കൂടുതലാണ് പുകവലിക്കുന്ന ഒരാൾക്ക് ഹൃദയാഘാതം ഉണ്ടാകാനായിട്ട്. അതാണ് ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, അതാണ്. ഇനി അതുപോലെ നമുക്ക് പാരമ്പര്യമായിട്ടും പിന്നെ നമ്മൾ കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ ഈ വിധത്തിലുള്ള ഈ കൊഴുപ്പിന് നമ്മൾ പറയുക കൊളസ്ട്രോൾ കണ്ടൻസ്, പലതരത്തിലുള്ള കൊളസ്ട്രോൾ ഉണ്ട്. അതുപോലെ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് HDL LDL, പിന്നെ അതുപോലെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന മൂന്നാമതൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ലൈപ്പോപ്രോട്ടീൻസിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഈ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ LDL കൊളസ്ട്രോൾ വളരെ അപകടകാരിയാണ്. അപ്പോൾ ഇത് ചെന്ന് നമ്മുടെ രക്തക്കൊള്ളുകളുടെ ഭിത്തിയിലടി. ഇപ്പോൾ കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് രക്തം കൊണ്ടുപോകുന്ന ആർട്ടറിയാണ്. അപ്പോൾ അതിന്റെ ഭിത്തിയിൽ ഇത് ചെന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് 5 ഇരട്ടി വികസിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പറഞ്ഞു, ആ സങ്കോച വികാസ ശക്തി ഇല്ലാതാവും. അപ്പോൾ അതിങ്ങനെ ചുരുങ്ങി തന്നെ ഇരിക്കും. കുറെ കഴിയുമ്പോൾ അവിടെ ഈ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ് രക്തക്കൊള്ളിനകത്ത്, അതുകൊണ്ടാണ് രക്തം ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുന്നത്. ഇതിന്റെ ഈ കൊളസ്ട്രോൾ ചെന്നിട്ട് അതിന് പുറത്തൊരു പ്ലേക്ക് ഉണ്ടാക്കും. അങ്ങനെ പ്ലേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് റിജിഡ് ട്യൂബാണ്. പിന്നെ അതിൽ കൂടെ പോകുന്ന രക്തത്തിന്റെ അളവ് കുറയും. അതായത് എപ്പോഴെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന ഈ രക്തത്തിന്റെ വോളിയം ഒന്ന് കുറയും. മറ്റേത് വികസിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പോകുന്നത് 5 ഇരട്ടി. അപ്പൊ വികസിക്കാതിരിക്കുമ്പോൾ ആദ്യം ഒക്കെ കുറഞ്ഞു വന്ന് ഒടുവിൽ അബ്സല്യൂട്ട് ഒബ്സ്ട്രക്ഷൻ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന് പല പരിശോധനകൾ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഒരാൾ നെഞ്ചുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് ബ്ലഡിൽ തന്നെ ഈ ഹൃദയത്തിന്റെ മാംസപേശികളിൽ രക്തമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. ട്രോപ്റ്റി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാം, ട്രോപ്റ്റിയോ. അപ്പൊ അത് കൂടി വരും എന്നുള്ളത് മാത്രമല്ല, നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്ന ECG-യിലും ഇതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ രക്തക്കൊള്ളികളിലൂടെ നമുക്ക് എക്സ്റേയിൽ തെളിയുന്നതായിട്ടുള്ള ഒരു ഡൈ കടത്തിവിടാൻ പറ്റും, മനസ്സിലായി? അപ്പൊ ആ ഡൈ കടത്തിവിടുമ്പോൾ നമുക്ക് ശരിക്കും ഹൃദയത്തിലേക്ക് വരുന്ന കൊറോണറി ആർട്ടറികളുടെ ഒരു പടം തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ശരിക്കും CD ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ശരിക്കും കൊറോണറി ആർട്ടറികളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ
ഹൃദയത്തിന് ഏതൊക്കെ രക്തക്കൊള്ളുകളാണ് ബ്ലോക്ക് ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു വെസലിൽ മാത്രമേ ബ്ലോക്ക് ഉള്ളെങ്കിൽ നമ്മൾ അതിനെ പറയും സിംഗിൾ വെസൽ ഡിസീസ് എന്ന് പറയും. മൂന്ന് പ്രധാനപ്പെട്ട രക്തക്കൊള്ളുകളാണ് അതിലുള്ളത്. ഒന്ന് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് എന്ന് പറയുന്ന ഒരു ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് സർക്കംപ്ലക്സ് എന്ന് പറയുന്ന വേറൊരു ആർട്ടറി ഉണ്ട്, റൈറ്റ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞ മൂന്നാമത്. ഇത് മൂന്നിനെയാണ്, മറ്റ് പല ബ്രാഞ്ചുകളും ഉണ്ടെങ്കിലും ഈ മൂന്ന് രക്തക്കൊള്ളുകളാണ് ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള മൂന്ന് രക്തക്കൊള്ളുകൾ. ഈ മൂന്ന് വെസലും അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ട്രിപ്പിൾ വെസൽ ഡിസീസ് എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ബൈപ്പാസ് ചെയ്യാനുള്ള, കൊറോണറി ബൈപ്പാസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ തന്നെ അതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കുന്നത് ഇത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാവുന്നതാണോ, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ശരിയാക്കാവുന്നതാണോ, മരുന്ന് കൊണ്ട് ശരിയാക്കാവുന്നതാണോ എന്നുള്ളത് തിരിച്ചറിയുന്നത് ആൻജിയോഗ്രാം ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നെ അല്ലാതെ തന്നെ എക്കോ പരിശോധന ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ രക്തക്കൊള്ളുകൾ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളാണല്ലോ രക്തം പമ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പൊ ഇത് ഈ എക്കോ പരിശോധന ചെയ്ത് നോക്കുമ്പോൾ അതെങ്ങനെയാണ്, വളരെ ശുഷ്കാന്തിയോടുകൂടി അത് രക്തം പമ്പ് ചെയ്യുന്നുണ്ടോ അതോ ഇങ്ങനെ അലസമായിട്ടാണോ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിനുള്ള മാർഗമാണ് ഈ എക്കോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിലൂടെ നമുക്കറിയാം എത്രത്തോളം ഡാമേജ് ഹൃദയത്തിനുണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് സാർ പറഞ്ഞു വന്ന വളരെ വിലപ്പെട്ട അനുഭവങ്ങളും ഇത്രയും വർഷം സാറിന്റെ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ അനുഭവങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ തലമുറയ്ക്ക് സാർ പറഞ്ഞ പോലെ ആഹാരത്തിന്റെ നിയന്ത്രണമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ആൾക്കാർക്ക് അറിയില്ല ഈ ഭക്ഷണ രീതികൾ എങ്ങനെയാണ്. അല്ല, അതില് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അറിയാനുള്ളത് ഈ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടാണ്. രാത്രികാല ഭക്ഷണം കൂടി വരികയാണ്. അതെ. അപ്പോ ഒന്ന് അത് ആണ്. പിന്നെ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്ക് ഈ ലഹരി പോലെയാണ്. അതായത് എന്താണ് ലഹരി എന്ന് പറയുന്നത്? ലഹരി ഇപ്പൊ നമ്മൾ ഈ പുക വലിക്കുന്നത്, പുക വലിക്കുന്നത് ശരീരത്തിന്റെ സമസ്ത അവയവ വ്യവസ്ഥയും ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളത് വലിക്കുന്നവർക്ക് പോലും അറിയുന്ന വസ്തുതയാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അവർ വലിക്കുന്നതിനുള്ള കാരണം ഈ ലഹരി വസ്തുക്കൾ എന്ന് പറയാതെ ടൊബാക്കോ ആയാലും ആൽക്കഹോൾ ആയാലും ഇനി ഡ്രഗ്സ് ആയാലും ഈ ഏതൊരു ലഹരി വസ്തുവും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ട്. ഈ ഡോപ്പമിൻ്റെ എന്ന് പറയുന്നത് ശരിക്ക് സന്തോഷ ഹാർമോൺ എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിനെ പറയാറുള്ളത്. മനസ്സിലായി? അപ്പൊ ഇത് ലഹരി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതാണ്. ഈ വസ്തു നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ചെന്നിട്ട് നമുക്ക് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷത്തിന്റെ അവസ്ഥ, നമുക്ക് വളരെ ഒരു ആനന്ദദായകമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഈ ഡോപ്പമിൻ. അപ്പോൾ ഡോപ്പമിൻ ഉണ്ടാക്കി അതൊന്ന് അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ പ്രാവശ്യം അത്ര വലിയ ഒരു ഇത് തോന്നില്ല. രണ്ടാമത്തെ ദിവസം ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ അതൊന്നുകൂടി ഒന്ന് നോക്കിയാലോ എന്ന് തോന്നും. മനസ്സിലായത്? അപ്പൊ അത് കഴിഞ്ഞ് മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം ആകുമ്പോഴത്തേക്കും എന്തായാലും അത് കൊള്ളാം എന്നും പറഞ്ഞ് പിന്നെയും ഉപയോഗിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇതിന് ഇല്ലാതെ പിന്നെ അങ്ങോട്ട് പോകാൻ ഒക്കാത്തൊരവസ്ഥ. ഇതിലങ്ങ് ഡിപ്പെൻഡൻ്റ് ആവും. ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതില്ലെങ്കിൽ വട്ടുപിടിക്കും എന്നുള്ളൊരവസ്ഥ. മനസ്സിലായില്ല? ഇതിന്റെ അടിമയായിട്ട് മാറും. അതിനെ നമ്മൾ അഡിക്ഷൻ അല്ലെങ്കിൽ ദുർവിധേയത്വം എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ ആ അവസ്ഥയിലേക്ക് അങ്ങ് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് തടയണമെങ്കിൽ നമുക്കത് മനഃപൂർവ്വം ആരുടെയെങ്കിലും ഒരു ശിക്ഷണത്തിൽ മാത്രമേ ഇത് നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത്രയധികം ഇച്ഛാശക്തിയുള്ള മനുഷ്യരായിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരതിൻ്റെ അടിമകളായി മാറുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന കാരണം ഈ പുകവലി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യുവാക്കളായിട്ടുള്ള അതുപോലെ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഈ സാധാരണ രീതിയിൽ തുടങ്ങാതിരിക്കുകയാണ് ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം. തുടങ്ങുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്ന്, അവർ ബഹുമാനിക്കുന്ന, അവർ ശരിക്കും അനുകരിക്കേണ്ട ആളുകളാണെന്ന് അവരെ മനസ്സിൽ ധരിച്ചു വെച്ചിട്ടുള്ള ബിംബങ്ങളെന്ന് നമ്മൾ പറയില്ല. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള ബിംബങ്ങൾ എന്ന് പറയുന്ന അവരുടെ മാതാപിതാക്കളാണ്, അവരുടെ അമ്മാവന്മാരാണ്, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്, സമൂഹത്തിലെ മാന്യന്മാരായിട്ട് അവർ കണക്കാക്കിയുള്ള മറ്റു വ്യക്തിത്വങ്ങളാണ്. അവര് ഒരുമിച്ച് കൂടിയിരുന്ന് പുകവലിക്കുന്നത് കാണുമ്പോൾ ഇത് എന്താണ്
എന്നറിയുന്നതിനുള്ള ജിജ്ഞാസയാണ് അവനെ ആദ്യത്തെ പുകയിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പെഗ്ഗിലേക്ക് നയിക്കുന്നത്. മനസ്സിലായത്? അപ്പോൾ ഈ നമ്മൾ അങ്ങനെ മാന്യതയുള്ള ആളുകൾ, കുട്ടികൾ അനുകരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അവർ ചെയ്യുകയും ചെയ്യുന്ന അത്തരം ആളുകൾ കുറഞ്ഞ പക്ഷം അവരുടെ മുമ്പിൽ വെച്ചെങ്കിലും ഇത് ചെയ്യാതിരിക്കണം. അതാണ് ഞങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം. അതാണ്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് വളരെ സുപ്രധാനമായ ഒരു പങ്കുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെയൊക്കെ കാലത്ത് ഈ ഏതൊരു ഫംഗ്ഷൻ നടന്നാലും അത് കഴിയുമ്പോഴത്തേക്ക് വെറ്റിലയും പാക്കും ഒരു മുറുക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ കാണും, കൂട്ടത്തിൽ സിഗരറ്റും കാണും. അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത്. 10 വർഷത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒരു 5 വർഷത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ കാണാറില്ല. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ കാണാറില്ല? ഈ പുകയില കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് വളരെ വ്യാപകമായ രീതിയിൽ ബോധവൽക്കരണങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ, നമ്മുടെ അധ്യാപകരിലൂടെ, സ്കൂളുകളിലൂടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ രാജ്യവ്യാപകമായിട്ട് ലോകത്ത് തന്നെ നടന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് പുകവലി താരതമ്യേന കുറഞ്ഞു വന്നിരിക്കുന്നത്. കുട്ടികൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് വാസ്തവത്തിൽ പുകവലി ഒരു സ്റ്റിഗ്മയാണ്. ഈ ബീഡിയും കൊണ്ട് നടക്കുന്ന ആളുകളെ അവർ പുച്ഛത്തോടു കൂടി നോക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പുകവലി കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ ദൂഷ്യം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കഞ്ചാവ്, അതുപോലെ ഡ്രഗ്സ്. ഇതൊക്കെ കഞ്ചാവ് ഈ കനാബിസ് എന്ന് പറയുന്നത്, കഞ്ചാവും ഡ്രഗ്സും ഒക്കെ ഇതിന് റീപ്ലേസ് കൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ള അപകടം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഇത് തന്നെ ഈ ലഹരി മുക്ത ഭാരതത്തെ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നമുക്ക് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു. വരുന്ന തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ലഹരിയിൽ നിന്നുള്ള അപകടമാണ്. അപ്പോൾ ആ തലമുറയെ രക്ഷിക്കണമെങ്കിൽ അവരെ രക്ഷിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകളുണ്ട്. ഈ വിശ്വം ജയിക്കാനുള്ള മംഗള മഹാശക്തി നമ്മുടെ കുട്ടികൾ ഒളിഞ്ഞു കിടക്കുന്നു. പറഞ്ഞതാരാ? സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതാണ്. അപ്പോൾ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ലഹരി മുക്ത രാജ്യം ആക്കി നമ്മളെ രാജ്യത്തെ മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതില് ഈ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പുകവലിയും ഓവർ ഈറ്റിങ്ങുമാണ്. ഈ ഓവർ ഈറ്റിംഗ് അവരുടെ ഒരു അഡിക്ഷനാണ്. ഈ പുകവലിക്കുന്നത് പോലെ, മദ്യപിക്കുന്നത് പോലെ, ഡ്രഗ് കഴിക്കുന്നത് പോലെ ഒക്കെ ഉള്ള ഒരു അഡിക്ഷനാണ് ഈ ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവർക്ക് അവിടെ ഡോപ്പമിൻ ഉണ്ടാവുകയാണ്. അപ്പോ നിങ്ങൾ ഒന്നും കഴിക്കരുത്, ഒരപ്പമേ കഴിക്കാവൂ എന്നൊന്നും പറഞ്ഞാൽ അത് ആ സമയത്ത് അത് തോന്നില്ല. അവർക്ക് ഈ അപ്പം ഇങ്ങനെ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡോപ്പമിൻ സന്തോഷം മനസ്സിലുണ്ടാവുകയാണ്. നമ്മുടെ ആവശ്യത്തിനല്ല കഴിക്കുന്നത്, മനസ്സിലായി? നമ്മുടെ അത്യാവശ്യത്തിനുള്ള ഒരു ആഹാരക്രമം അത് ചിട്ടയായിട്ട് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഹൃദ്രോഗത്തെ കഴിക്കുകയും അതോടൊപ്പം തന്നെ ഈ ദുർശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഹൃദ്രോഗത്തിൽ നിന്നും. പിന്നെ ഇതിനൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്, അതാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിനൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഈ കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ളവരായിരുന്നുവെങ്കിൽ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് നമ്മൾ ഒരുപാട് ആഹാരം കഴിച്ചാലും ഇത് വരാത്തവരുണ്ട്. അത് അവരുടെ ജനറ്റിക് ഇതുകൊണ്ടാണ്. അവർക്ക് അങ്ങനെ വരാനുള്ള ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇത് പിടിച്ചു നിൽക്കുന്നത്. എത്ര ഭക്ഷണം കഴിച്ചാലും വളരെ കുടവേറും ഒക്കെ ഉള്ള ആൾക്കാർ ഹൃദ്രോഗമൊന്നും ഇല്ലാതെ നടക്കുന്നവരുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സാധാരണ അസുഖമായി മാറിയിരിക്കുന്നു. നമ്മുടെ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഹൃദ്രോഗം വരാമെന്നുള്ളത്, ഹാർട്ട് അറ്റാക്ക് വരാം, ഹൃദയാഘാതം ഉണ്ടാകാം, മസ്തിഷ്കാഘാതം ഉണ്ടാകും. ഇത് രണ്ടും ഏതാണ്ട് ഒരേ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ഹൃദയാഘാതവും മസ്തിഷ്കാഘാതവും അതുപോലെ ഈ ക്രോണിക് ലിവർ ഡിസീസും, നോൺ ആൽക്കഹോളിക് ക്രോണിക് ഡിസീസ്. ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഒരു വേറൊരു തലത്തിലാണ്. നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വരുന്നത്, മദ്യപിക്കാത്ത ആൾക്കാർക്ക് വരുന്നത്, അത് വരുന്നത് ഈ ഹൃദ്രോഗം ഉണ്ടാകുന്നത് പോലെ തന്നെ ഓവർ ഈറ്റിംഗ് കൊണ്ടാണ്, കൂടുതൽ ഫാറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. ശരിക്കും നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ
അത് ശരിക്കും ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫാറ്റാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണോ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണോ നമുക്ക് മസ്തിഷ്ക ആഘാതം ഉണ്ടാകുന്നത്, അതേ കാരണങ്ങൾ കൊണ്ടാണ് ഈ നോൺ ആൽക്കഹോളിക് സിറോസിസ് ലിവർ ഉണ്ടാകുന്നത്. അതെ അതെ മനസ്സിലായത്? അതെ. അപ്പോൾ സാർ പറഞ്ഞു വന്നാലേ ഈ കുട്ടികളിൽ നമുക്ക് ഈ ആഹാരശീലത്തെ കുറിച്ച് കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. ശരിക്ക് അവർക്ക് ആവശ്യമുള്ള ഫുഡ് കൊടുക്കാവൂ. ഇത് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾ പ്രത്യേകിച്ച് വളരെ ചെറിയ കുട്ടികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, നമുക്ക് മാനസികമായ സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടി കുട്ടികളെ ആവശ്യമില്ലാത്ത ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊഴുപ്പുള്ള ഈ നമ്മൾ സാധാരണ രീതിയിൽ മുലപ്പാൽ കൊടുത്ത് കുട്ടികളെ വളർത്തുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളത്. അതിനു പകരം കൊഴുപ്പുള്ള ഈ കൃത്രിമ പാൽപ്പൊടികൾ വാങ്ങിച്ച് അത് കൊടുക്കുന്നതാണ് എല്ലാവർക്കും സന്തോഷം. കുട്ടികൾ പ്ലംബി ആയിരിക്കണമെന്നാ പറയുന്നത്. കുട്ടികൾ പ്ലംബി ആയിരിക്കുന്നത് കാണാൻ നല്ലതായിരിക്കും, അവര് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷേ ഭാവിയിൽ നമ്മൾ അവരുടെ ആയുസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള സത്യം അമ്മമാർ മനസ്സിലാക്കേണ്ടതായിരിക്കും. സാറിന്റെ വിലപ്പെട്ട സമയവും അറിവും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ വളരെ വിശദമായ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. സാറിന്റെ വിലപ്പെട്ട സമയം ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു അറിവ് പകരുവാൻ വേണ്ടി വിനിയോഗിച്ചതിൽ ചാനൽ 30യുടെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ചാനൽ 30യുടെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.